ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. നമ്മൾ അല്പനിമിഷം ചിന്തിക്കുന്ന വിഷയം ഇതാണ്: ദൈവം ആകുന്ന പ്രകാശം. ആ വിഷയത്തിലേക്ക് നമുക്ക് പോകുമ്പോൾ ആദ്യം നമ്മൾ ചിന്തിക്കേണ്ടത് ദൈവത്തിൻ്റെ ശബ്ദം അല്ലെങ്കിൽ വചനം. അതെന്താണ്? അത് യേശുവാണ്. ഇനി ദൈവത്തിൻ്റെ അന്തരംഗമുണ്ട്, അതാണ് പരിശുദ്ധാത്മാ. നമ്മുടെ വിഷയം എന്താണ്? ദൈവത്തിൻ്റെ പ്രകാശം. നമ്മുടെ ചിന്തയിലേക്ക് നമുക്ക് പോകാം. യേശു താബോർ മലയിൽ വെച്ച് രൂപാന്തരത്തിൽ പത്രോസും യോഹന്നാനും യാക്കോബും അത് നേരിട്ട് ദർശിച്ചു. അവരുടെ വസ്ത്രങ്ങളെല്ലാം തിളങ്ങുന്നത് ശിഷ്യർ നേരിട്ട് കണ്ടതാണ്. ഭൂമിയിലെ ഒരു അലക്കുകാരനും അലക്കി വെളുപ്പിക്കാൻ കഴിയാത്ത വിധം വെണ്മയുള്ള വസ്ത്രമായിട്ടാണ് അത് തിളങ്ങുന്നത്. മോശ ദൈവത്തോട് പറഞ്ഞത് നമ്മളൊന്ന് ചിന്തിച്ചാൽ ഇപ്രകാരം നമുക്ക് മനസ്സിലാക്കാം: അങ്ങയുടെ മഹത്വം എനിക്ക് കാണണമേ. ദൈവമഹത്വത്തിൻ്റെ കൂടെ ഇരുന്ന മോശയുടെ മുഖം പ്രകാശപൂർണമായി എന്ന് നമുക്ക് കാണാൻ സാധിക്കും. മോശ ദൈവത്തോട് പറഞ്ഞത് നമുക്കൊന്ന് ചിന്തിക്കാം. മോശ കർത്താവിനോട് പറഞ്ഞു: കർത്താവേ, എനിക്ക് നിന്റെ മഹത്വം കാണണം. ദൈവത്തിന്റെ മഹത്വം ദർശിച്ച മോശയും പ്രകാശിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ മോശയും പ്രകാശിക്കുന്നു, യേശുവും പ്രകാശിക്കുന്നു. യേശുവും മോശയും ഒരേ ശക്തിയാണോ പിതാവിൽ നിന്ന് സ്വീകരിച്ചത്? നമുക്കൊന്ന് പരിശോധിക്കാൻ. ലൂക്കോസ് 9:28 അവൻ ഇത് പറഞ്ഞിട്ട്, ലൂക്കോസ് 9:28 അവൻ ഇത് പറഞ്ഞിട്ട് ഏകദേശം 8 ദിവസം കഴിഞ്ഞ് പത്രോസ്, യോഹന്നാൻ, യാക്കോബ് എന്നിവരെ കൂട്ടിക്കൊണ്ട് പ്രാർത്ഥിക്കാൻ മലയിലേക്ക് കയറിപ്പോയി. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൻ്റെ മുഖഭാവം മാറി, വസ്ത്രം വെണ്മയോടെ ശോഭിച്ചു. താബോർ മലയിലെ രൂപാന്തര അനുഭവം നമുക്ക് അവിടെ കാണാൻ സാധിക്കും. അപ്പോൾ പ്രവാചകനും യേശുവും ദൈവനീതിയിൽ തുല്യരാണോ? ഒരിക്കലുമല്ല. പിന്നെ എന്താണ് സംഭവിച്ചത്? ആരാണ് ഈ പ്രകാശം? വചനം ആദ്യമായി തെളിവായി നൽകിയത് മോശയാണ്. വചനം മാംസം ധരിച്ചു വന്നത് യേശുവാണ്. അപ്പോൾ വെളിച്ചം ഇരിക്കുന്നത് വചനമായി ബന്ധപ്പെട്ടാണുള്ളത് എന്നുള്ളത് നമുക്ക് ഓർക്കാം. വചനവുമായി ബന്ധപ്പെട്ട് മോശ കയങ്ങളിൽ വചനം ആദ്യമായിട്ട് വാങ്ങി, അവൻ്റെ മുഖം പ്രകാശിച്ചു. ഇത് ഒരുവൻ വചനം മാംസമായി ഇറങ്ങി വന്നു, അവൻ പ്രകാശിച്ചു. വചനം പ്രകാശമാണെന്ന് നമുക്ക് കാണാൻ സാധിക്കും. യേശു പറയുന്നത് നമുക്കൊന്ന് ധ്യാനിക്കാം. യോഹന്നാൻ സുവിശേഷം 12-ാം അധ്യായം അതിൻ്റെ 46-ാം വാക്യം: എന്നിൽ വിശ്വസിക്കുന്നവരാരും അന്ധകാരത്തിൽ വസിക്കാതിരിക്കാൻ ഞാൻ വെളിച്ചമായി ലോകത്തിലേക്ക് വന്നിരിക്കുന്നു. അപ്പോൾ യേശു ആരാണ്? വചനമോ വെളിച്ചമോ? അതിന് യോഹന്നാൻ ഇപ്രകാരമാണ് മറുപടി നൽകുന്നത്: വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു, അവൻ്റെ മഹത്വം നമ്മൾ ദർശിച്ചു, കൃപയും സത്യവും നിറഞ്ഞു, പിതാവിൻ്റെ ഏകജാതൻ്റെ മഹത്വം. സ്തോത്ര ഹല്ലേലൂയ. യോഹന്നാൻ 1:14 നമ്മൾ വായിക്കുമ്പോൾ അവൻ്റെ മഹത്വം നമ്മൾ ദർശിക്കുന്നു. അപ്പോൾ വചനത്തിലാണ് ഈ മഹത്വം. മോശയ്ക്ക് മുന്നിൽ മഹത്വം കടന്നു പോയത് വചനമായ യേശുവിൻ്റെ പ്രകാശം തന്നെയായിരുന്നു. ആ പ്രകാശമാണ് മോശയുടെ മുഖത്ത് കാണുന്നത്. മോശ തൻ്റെ ശരീരത്തിൽ കൽപ്പന എടുത്തു, എന്നാൽ വചനം ജനങ്ങളിലേക്ക് ഇറങ്ങി വന്നത് അത് യേശുവിലൂടെയാണ്. സ്തോത്രം. ലോകജനതയിലേക്ക് ആ പ്രകാശം, വചനത്തിൻ്റെ പ്രകാശം ഇറങ്ങി വന്നു. ആരൊക്കെ വചനത്തെ സ്വീകരിക്കുന്നു അവരെല്ലാം ആ ദൈവത്തിൻ്റെ മഹത്വം പ്രകാശമായിരിക്കും. ദൈവവചനം ഇപ്രകാരം പറയണം: അവനെ നോക്കിയവർ പ്രകാശത്തിലായി, അവരുടെ മുഖം രചിച്ചു പോയി. ഇന്ന് ദൈവവചനത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനം നമ്മുടെ ഹൃദയത്തിൽ ഇറങ്ങി നമ്മളെ പ്രകാശിപ്പിക്കട്ടെ. മോശ ആ കരങ്ങളിൽ ഏറ്റുവാങ്ങിയ ഇതാ മാംസമായി വചനം ഭൂമിയിലേക്ക് ഇറങ്ങിയെന്ന് ആ ദൈവവചനമാണ് നമ്മളെ പ്രകാശിപ്പിക്കുന്നത്. ഇതാണ് യേശു പറഞ്ഞ ഞാൻ ലോകത്തിൻ്റെ പ്രകാശം. ദൈവവചനം ലോകത്തിൻ്റെ പ്രകാശമാണ്. ആ പ്രകാശം നമ്മുടെ ഭവനങ്ങളിലെ അന്ധകാരങ്ങളെ മാറ്റട്ടെ. ദൈവം നമ്മളെല്ലാവരെയും